നമസ്കാരം. വർക്കല MGM മോഡൽ സ്കൂളിലെ റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വതി എസ് കുമാർ, 8ഡിയിൽ പഠിക്കുന്നു. നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കോഴ്സിലെ ആദ്യ ബാച്ചിലെ അംഗമായിരുന്നു ഞാൻ. ആദ്യമൊക്കെ എൻ്റെ വിലപ്പെട്ട സൺഡേസ് പോകുമെന്നുള്ള ഒരു വിഷമമായിരുന്നു എനിക്ക്. സാധാരണ ഈ സൺഡേസ് എന്ന് വെച്ചാൽ അടിച്ചുപൊളിയുടെ ദിവസമായിട്ടാണല്ലോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് ഈ ക്ലാസ്സിൽ പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ആദ്യം ഈ IAS ഓഫീസർ ആവണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് സിവിൽ സർവീസ് IAS എന്ന പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആദ്യത്തെ ക്ലാസ്സായ TP ശ്രീനിവാസൻ സാറ് ക്ലാസ് എടുത്തതോടെ എൻ്റെ ആ ധാരണ തെറ്റി. ഈ എക്സാമിനേഷന് 3 സ്റ്റേജുകളുണ്ട്: പ്രിലിംസ്, മെയിൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പിന്നെ ഈ എക്സാമിനേഷന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 21 വയസ്സ് ആവണം, പിന്നെ നല്ലൊരു ഡിഗ്രി വേണം, ഗേൾസിന് ഫീസ് ഇല്ലാതെ തന്നെ എക്സാം എഴുതാം, പിന്നെ ബോയ്സിന് 100 rupees വേണം. പിന്നീട് ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ എക്സാം നമ്മൾ നല്ല റാങ്കോടുകൂടി നേടിയെടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്: IAS, IPS, IFS ആൻഡ് ഓൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് എന്ന് പറയുന്നത് ഭുവനേന്ദ്രൻ സാറിൻ്റെയും ജ്യോതി മാമിൻ്റെയും TP ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ ഭുവനേന്ദ്രൻ സാറ് എനിക്ക് ബ്രിട്ടീഷ് കാലം തൊട്ടുള്ള കുറേ ലോസ് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ആരാണ് ഈ ലോസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും എന്നും സാറ് പറഞ്ഞു തന്നു. പിന്നെ ജ്യോതി മാമിൻ്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടീച്ചർ അത് ഒരു ഡിബേറ്റ് വഴിയായിരുന്നു നമുക്കെല്ലാം പറഞ്ഞു തന്നത്. ടീച്ചറിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ആയിരുന്നു. ടീച്ചർ നമുക്ക് കുറേ ഇക്വാലിറ്റിയും എല്ലാം പറഞ്ഞു തന്നു. TP ശ്രീനിവാസൻ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയുള്ളൊരു ക്ലാസ്സായിരുന്നു. സാറ് നമ്മളെടുത്ത് 2 ന്യൂസ് പേപ്പർ വായിക്കണമെന്ന് പറഞ്ഞ്, അതായത് ഒരെണ്ണം ഇംഗ്ലീഷും ഒരെണ്ണം മലയാളവുമായിരുന്നു. ഇംഗ്ലീഷിന് ഏറ്റവും ബെസ്റ്റ് ദി ഹിന്ദു ആണെന്നാണ് സാറ് പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ ആ ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല വൊക്കാബുലറി ലഭിക്കും. ആദ്യമൊക്കെ എനിക്ക് പത്രം വായിക്കുന്ന ശീലമേ ഇല്ലേ, പക്ഷേ ഇപ്പോൾ എനിക്ക് അത് തുടങ്ങി കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ എത്തി. നമുക്ക് ഈ പത്രം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നോളജ് ലഭിക്കും. അതായത് നമ്മുടെ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളെ ക്ലാസ്സിൽ വന്ന് നമ്മൾ പഠിപ്പിച്ച എല്ലാ സാറുമാരും ഈ പത്രം വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്മൾ ഈ പത്രം വായിച്ചില്ലെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഡ്രീമിലേക്കേ എത്താൻ കഴിയില്ല. കാരണം ഈ സിവിൽ സർവീസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മളിത് മനഃപ്പാഠമാക്കണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വച്ചിരിക്കണം. എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടത് ആരുടെ ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ സലില ടീച്ചറാണ്. സലില ടീച്ചറിൻ്റെ ക്ലാസ് ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. ടീച്ചർ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. ടീച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അമെൻമെൻറ്റ്സും കുറേ ലോസും കുറേ റൈറ്റ്സും ഒക്കെ പറഞ്ഞു തന്നിരുന്നു. പിന്നീട് എനിക്ക് നന്ദകുമാർ സാറിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാർ നമ്മളെ സ്പേസിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഗാലക്സി എന്താണെന്നുള്ളതും യൂണിവേഴ്സ് എന്താണെന്നുള്ളതും സ്റ്റാർസ് എന്താണെന്നുള്ളതും ലൈറ്റ് ഇയർ എന്താണെന്നുള്ളതും പറഞ്ഞു തന്നു. പിന്നീട് ശ്രുതി മാമിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. ടീച്ചർ നമുക്ക് ലൈറ്റിനെ കുറിച്ചാണ് കുറേ പറഞ്ഞു തന്നത്. എനിക്ക് ഈ കോഴ്സിൽ നിന്ന് ഒരുപാട് ഉപകാരമുണ്ടായി. അതായത് ഞാൻ രാവിലെ എണീക്കാൻ തുടങ്ങി, പത്രം വായിക്കാൻ തുടങ്ങി, എൻ്റെ കാര്യങ്ങളെല്ലാം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ MGMൽ പുതിയ സിവിൽ സർവീസ് ബാച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കും ഇവിടെ വന്ന് ചേരാവുന്നതാണ്. ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് നിങ്ങളുടെ സ്വന്തം അശ്വതി.